അഗജ്ഞാനേനാം സമാം അപന്തരാവിഷത്ര തികം പരബ്രഹ്മാനുബന്ധനം തത്രേ തികം പരമേശ്വര യോഗയോ. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഉണ്ണിവൈദ്യരുടെ പച്ചില ചികിത്സാ സമ്പ്രദായം കൊണ്ട് രോഗം ഭേദപ്പെട്ടവരോടൊപ്പം ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് അമൽ ദേവരാജും സംഘവും ഇതിൻ്റെ നിർമ്മാതാക്കൾ എന്നെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുമ്പോൾ ഞാൻ ഈ ഒരു ആവശ്യവുമായിട്ട് ശ്രീ ഉണ്ണിവൈദ്യരെ സമീപിക്കുമ്പോഴും തീർത്തും കർക്കശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം എൻ്റെ ആവശ്യത്തെ തിരസ്കരിച്ചത്. പിന്നീട് ഇപ്പോഴത്തെ ഡോക്യുമെൻ്ററി ദേശീയ അവാർഡ് വിന്നർ കൂടിയായിട്ടുള്ള ആദർശ് പ്രതാപും സംഘവും അവരുടെ ക്രൂവും ചേർന്ന് നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ഈ ഡോക്യുമെൻ്ററി എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. തികച്ചും സാങ്കേതികപരമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും സമയപരിമിതികൾക്കുള്ളുമാണ് ഞങ്ങൾ ഇത് പകർത്തിയത്. ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഘട്ടങ്ങളിലും ഈ വൈദ്യശാലയിൽ ഈ ക്യാമറ അനുവദിച്ചു എന്നുള്ളതല്ലാതെ ഈ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഘട്ടങ്ങളിലും ഈ ഡോക്യുമെൻ്ററിയോട് അദ്ദേഹം സഹകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ഓരോ വീഡിയോ ക്ലിപ്സും ഉണ്ണിമായ പച്ചില ചികിത്സാലയത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി കണ്ടത് ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഇതിൻ്റെ കൗമുദി TV യിൽ ടെലികാസ്റ്റ് ചെയ്ത് ഒരുപാട് ജനപ്രീതി നേടിയിട്ടുള്ള ഈ ഡോക്യുമെൻ്ററിയുടെ മുഴുവൻ ഇത് ഓൺലൈനിൽ വരുമ്പോഴും ഈ സ്വീകാര്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല, അദ്ദേഹത്തിൽ നിന്ന് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിനോട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു മുഴുനീള മുഖാമുഖം, ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശ്രമം ഫലിക്കും എന്നാണ് കരുതുന്നത്. സഹ്യനെ തഴുകിയെത്തുന്ന കുളിർക്കാറ്റിൽ ഋതുഭേദങ്ങളെ സൗന്ദര്യമണിയിക്കുന്ന സമ്പന്നമായ പ്രകൃതിയുടെ പച്ചില ചാർത്തിൽ ഐശ്വര്യത്തിന്റെ കിടാവസന്തമായി പാലോട് എന്ന മലയോര ഗ്രാമം. പുകൽപ്പറ്റ സംസ്കാരവും കലയും മനുഷ്യാധ്വാനവും നിറഞ്ഞാടിയ ഇവിടം ഇന്ന് വിശിഷ്ടമായ ഒരു ചികിത്സാ രീതി കൊണ്ട് ലോകശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. കേട്ടുകേൾവികളിലെ പെരുമയുള്ള ഉണ്ണിവൈദ്യനെ കണ്ടറിയാൻ അതിരാവിലെ ഞങ്ങളെത്തുമ്പോൾ വഴികാട്ടാൻ ഒരു ദിശാബോർഡ് പോലും കണ്ടില്ല. പക്ഷേ ഇവിടുത്തെ പച്ചപ്പുകളിൽ വന്നു പതിച്ച പുലർകാല കിരണങ്ങൾക്ക് പോലും ഉണ്ണിവൈദ്യനെക്കുറിച്ച് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ തോന്നി. സ്വദേശത്തെയും പരദേശങ്ങളിലെയും അനേകം വാഹനങ്ങൾ താണ്ടി ഇടുങ്ങിയ വനപാതകളിലൂടെ ഒരേ ദിശയിലേക്ക് ചലിക്കുന്ന അനേകം പാദങ്ങളോടൊപ്പം ഞങ്ങളും കൂടി. വൈദ്യന് അന്നേ ദിവസം ചികിത്സയില്ല എന്ന് ആരോ പറഞ്ഞറിഞ്ഞു. മരുന്ന് വാങ്ങാൻ വരുന്നവരെയുള്ളൂ. എന്നിട്ടും ഏതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ ജനബാഹുല്യം അവിടെ കണ്ടു. മാറാവ്യാധികളും ആധുനിക ലോകം സമ്മാനിച്ച അറുതിയില്ലാത്ത വേദനകളും ആശങ്കകൾ പേർന്ന ഗുരുതര രോഗാവസ്ഥകളും പേറിയ 100 കണക്കിന് ആളുകളുടെ പ്രത്യാശയുടെ കണ്ണുകളാണ് ഞങ്ങളെ വരവേറ്റത്. ഇവർ കാത്തിരിക്കുന്നത് മനുഷ്യസ്നേഹത്തിന്റെ കാണാപ്പുറങ്ങളിൽ നിന്ന് നിതാന്ത ജാഗ്രതയോടെ അനുഭവങ്ങളുടെ ഹൃദയത്താളുകളിൽ ആവാഹിച്ചെടുത്ത പച്ചില ശാസ്ത്രത്തിന്റെ ആചാര്യൻ ശ്രീ ഉണ്ണിവൈദ്യനെയാണ്. നൊമ്പരപ്പെടുന്നവന്റെ തിരുനെറ്റിയിൽ തിലകം ചാർത്തുന്ന സ്നേഹധാരയായി പകരം വെക്കാനില്ലാത്ത സാന്ത്വനത്തിന്റെയും പരിചരണത്തിന്റെയും ഒരു തെളിനീരുറവ. ഞങ്ങളുടെ ക്യാമറ കണ്ണുകളെ പാടെ അവഗണിച്ച് പച്ചില വൈദ്യത്തിന്റെ പരിശുദ്ധി പാലിച്ച നടമുറ്റത്ത് ഔഷധ സസ്യങ്ങളുടെ ലോകത്ത് സൂക്ഷ്മതയോടെ വ്യാപൃതനായിരുന്നു അദ്ദേഹം. ഇത് ഉണ്ണിമായ പച്ചില ചികിത്സാലയം. ഇവിടെ തന്റെ പുരുഷായുസ് മുഴുവൻ അറിവിനും കണ്ടെത്തലുകൾക്കും പരിചരണങ്ങൾക്കുമായി സമർപ്പിച്ച ഉണ്ണിവൈദ്യൻ ഔഷധ പച്ചിലകളുടെ അപാരതകളിലേക്ക് തന്റെ ഹൃദയത്തെയും മനസ്സിനെയും നയിക്കുകയായിരുന്നു. മനുഷ്യവംശം എണ്ണത്തിലും വണ്ണത്തിലും മാത്സര്യബുദ്ധിയിലും ഏറെ മുന്നേറിയപ്പോൾ വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ടുഴറുന്നവർ ക്യാമറ കണ്ണിലേക്ക് നോക്കി കലർപ്പില്ലാതെ പറഞ്ഞതാണ് ഈ വാക്കുകൾ. കാലും കഴിയും ഈ ഇളിക്ക് താഴ്ച മൊത്തം എനിക്ക് തറയിൽ തൊടുതാൻ വയ്യായിരുന്നു. ആ അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം വൈദ്യരെ മരുന്ന് കഴിച്ച് എനിക്ക് ഇപ്പോൾ ഞാൻ നടന്ന് ആണ് ഞാൻ പോകാനായിട്ടെന്നുള്ള ദിവസത്തിൽ ഇവിടെ വരുന്നത്. ഉള്ള ആശുപത്രി എല്ലാം പോയി. ഞാൻ ആഹാരം പോലും കഴിക്കില്ല. എനിക്ക് 80 വയസ്സായി. ഞാൻ ഇവിടെ വന്ന് സുശമായ ദിവസമായത് എനിക്ക് മരുന്ന് തന്നതിൽ ഞാൻ ഇപ്പം എല്ലാത്തിനും ശക്തിമാനാണ്. 80 വയസ്സായ എനിക്ക് നല്ല മരുന്നാണ്. ഇത് ജനങ്ങൾ കുടിക്കണം. ആഹാരം കഴിക്കുമ്പോൾ ഞാൻ വാ മുറുകി പിടിച്ചേക്കും. ആ വെളിയിൽ പോകാൻ ഈ സൈഡ് നമ്മൾ വല്ലതും കഴിക്കുമ്പോൾ ചൂടും തണുപ്പാനും കൂടെ ഇങ്ങോട്ട് അറിയാനും പറ്റില്ല.
ഈ കണ്ണിന് എനിക്ക് കാഴ്ചയില്ലായിരുന്നു, അടയത്തില്ലായിരുന്നു, ഈ ചെവി എനിക്ക് കേൾക്കത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ 2 മാസം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. വൈദ്യരെ കണ്ട് ഞാൻ മരുന്ന് കഴിച്ച് 2013 തൊട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട്, ചെവി കേൾക്കാം, ബാക്കി ഉള്ള അസുഖങ്ങളെല്ലാം മാറി. എന്നിട്ടും വൈദ്യർ പറയുന്ന കാലമ്പത്തെ ഞാൻ ഈ മരുന്ന് കഴിക്കും. എനിക്ക് വളരെ വിശ്വാസമുണ്ട്. പല ആപ്പിളിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അമ്മ മരിക്കുന്ന മരി കാല് പോവല്ല, തേയ്മാനം സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ മരുന്ന് കഴിച്ചു. ഇപ്പം സുഖമുണ്ട്, ഇപ്പം നടക്കാം, കാല് നരമ്പെല്ലാം തോന്നുന്നു. ഇപ്പം കരിഞ്ഞാണ് പോകുന്നത്, താഴ്ന്നതെല്ലാം മാറി. കണ്ട മുഖങ്ങളിലെയും കേട്ട കഥകളിലെയും ഉണ്ണിവൈദ്യനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ വിശ്വാസത്തിന്റെ ഉരക്കല്ലിൽ തേച്ചു മിനുക്കിയ തിളക്കമുള്ള ചില വാക്കുകളും കേട്ടു. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ കൊട്ടാരക്കര കോടതിയിൽ അഭിഭാഷകനാണ്. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് സോറിയാസിസിൻ്റെ ചികിത്സയിലായിരുന്നു. അലോപ്പതിയും മറ്റ് എല്ലാ ചികിത്സാ സമ്പ്രദായവും പരിശോധിച്ചു. അവസാനം എനിക്ക് കഴിഞ്ഞൊരു 6-7 മാസം മുമ്പ് വീടിന് പുറത്തിറങ്ങാതെ എൻ്റെ തൊഴിൽ ചെയ്യാൻ പോകാത്ത അവസ്ഥയിൽ എൻ്റെ മുഖത്തും ശരീരത്തെല്ലാം വന്നപ്പോഴാണ് ഞാനിവിടെ കേട്ടറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നത്. ഇതേ രോഗം വന്ന് മാറിയ ഒരാൾ അറിയിച്ചതിന് വന്നത്. എനിക്കിപ്പോൾ 6 മാസമായി. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയാം, 6 മാസം ശരീരത്തുണ്ടായതിൻ്റെ പുറത്ത് കാണാൻ എല്ലാ ഭാഗത്തെയും ശരീരത്തിന് എല്ലാ ഭാഗത്തെയും പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു ഈ മരുന്ന് കഴിച്ച്. 18 വർഷമായിട്ട് ഈ രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോൾ 6 മാസമായിട്ട് എനിക്ക് പുറത്തിറങ്ങാവുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ഈ രോഗം എനിക്ക് മാറിക്കഴിഞ്ഞു. 6 മാസം ചികിത്സ ഉണ്ട്. മരുന്നുകളുടെ ഗുണം എത്ര ഉജ്ജ്വലമായാലും അത് മനുഷ്യനിൽ ഫലത്തോടെ പ്രതികരിക്കുന്നത് വൈദ്യനും രോഗിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ഉരകല്ലിലാണെന്ന് ഇവിടം തെളിയിക്കുന്നു. ഇടവേളകളിൽ രോഗികളോട് സംസാരിക്കുമ്പോൾ സർവേശ്വരൻ അനുഗ്രഹിച്ചു നൽകിയ കൈപുണ്യത്തോടൊപ്പം ഫലപ്രാപ്തിയുള്ള ഒരു ചികിത്സയുടെ ആത്മവിശ്വാസവും ആ വാക്കുകളിൽ ഞങ്ങൾ കണ്ടു. ഒരു മനുഷ്യന്റെ ഞരമ്പുകൾ ദ്രവിച്ചു പോയാൽ വീണ്ടും ജനിപ്പിക്കുവാനുള്ള ഒരു ശാസ്ത്രം ഇവിടെ വളർന്നിട്ടില്ല. പക്ഷെ അതിൽ നമ്മൾ മാത്രമാണ് വിജയം കണ്ടെത്തിയത്. കണ്ണുകളിലെ ഞരമ്പുകൾ ദ്രവിച്ചു പോയി, അവന് പുതിയ ഞരമ്പ് കിളിപ്പിച്ച് കാഴ്ച കൊടുത്ത ചരിത്രം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മഞ്ഞപ്പിത്തം ഇതുവരെ ലോകത്ത് ഒരു സ്ഥലത്തും ആരും മരുന്നില്ല, തീർത്തിട്ടില്ല. 100 കണക്കിന് ആളുകൾ പറയുന്നു. മനുഷ്യകുലത്തിന് വിവിധ വൈദ്യശാസ്ത്ര സിദ്ധികൾ സമ്മാനിച്ച പിതാക്കന്മാർ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ പൊൻതൂവൽ അലങ്കരിക്കാത്തവർ. ഏകാന്തമായ മനോബലമാണ് അവരെ നയിച്ചത്. ഞാൻ വെറും 10ാം ക്ലാസ്സിൽ പരീക്ഷ പോലും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് പറയും? എങ്കിലും പറയാതിരിക്കാൻ തരമില്ല. അഗജ്ഞാനേനാം സമ അപന്തരാ വിചത്ര ഇകം പരബ്രഹ്മാനിദന്തനം തത്രേ ഇകം പരമേശ്വര യോഗയോഗം. ചിലപ്പോൾ ദൈവമായിരിക്കാം എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പ്രായഭേദമില്ലാതെ ഏവർക്കും പിതൃതുല്യമായ വാത്സല്യവും കരുതലും അളവില്ലാതെ പകർന്നു നൽകുന്ന അപൂർവമായ ഹൃദയബന്ധത്തിന്റെ സ്നേഹാലയമാണ് ഈ വൈദ്യശാലയെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. വൈദ്യശാസ്ത്രം വ്യവസായത്തിന്റെയും ലാഭകുത്തകകളുടെയും വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അശരണർക്ക് ആഹാരം വിളമ്പിയും ആശ്രയമാവുകയാണ് ഈ ആതുരാലയം. കേട്ട 100 കഥകളിൽ നിന്ന് കണ്ണും മനസ്സും നിറച്ച ചിലത് കൂടി കേൾക്കാം. കാർന്ന് തിന്നുന്ന ക്യാൻസർ രോഗത്തിൽ നിന്ന് ഒരു കുടുംബത്തെ കൈപിടിച്ചു കയറ്റിയ ഉണ്ണിവൈദ്യനെക്കുറിച്ച് കണ്ണീരോടെയേ ഈ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഇതെൻ്റെ മകളാണ്. തലയിൽ വന്ന് ട്യൂമറായിരുന്നു. അമൃത ആശുപത്രി കൊണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് റേഡിയേഷൻ ഹീമോ എല്ലാം കഴിഞ്ഞ് RSCയിൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിൽ അവൾ 2015 ജൂലൈ 3 ആളില്ല, നിങ്ങൾ തിരികെ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അച്ഛൻ്റെ മരുന്ന് കഴിക്കുമായിരുന്നു. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇവൾ കൺസീവായി. കൊച്ചിന് കൺസീവായപ്പം RSC ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഡോക്ടറെ അടുത്ത് പറഞ്ഞു, അശോക് കുമാറാണ് ഡോക്ടർ, അശ്വിൻ കുമാർ. ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ കൊച്ചിന് അബോർഷൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അല്ല, ഞങ്ങൾ നോക്കൂല, ജൂലൈ വരെ അവൾക്ക് ആയുസുള്ളൂ, ഇനി അവളെ തിരികെ കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇപ്പം അച്ഛൻ്റെ അടുത്ത് വന്നു. കൊച്ചിനെ നിങ്ങൾ എടുത്ത് കളയണ്ടെന്ന് പറഞ്ഞ് SIT ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർമാർ നോക്കുകയോ ഈ കുഞ്ഞിനെ വേണ്ടി ഒന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല. അച്ഛൻ നമുക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിരിക്കണതായിട്ട് എടുത്ത് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, മോള് നല്ല ആഹാരം കഴിച്ചോ, കുഞ്ഞിനെ നോക്കിക്കോ,
വേറെ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഒരു ആശുപത്രിയിലും ഇവിടെ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അച്ഛൻ്റെ ഇതോടുകൂടി ഗൗരീഷ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ കൊച്ചിൻ്റെ മാത്രം നോക്കിയാൽ മതി, അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ചിനെ അവർ സിസേറിയൻ ചെയ്ത് കൊച്ചിനെ എടുത്ത് നമുക്ക് തന്ന് ബില്ല് സഹിതം ഇവിടുത്തെ അച്ഛനാണ് കെട്ടിയത്. ആഴത്തിൽ ഹൃദയബന്ധമുള്ള രോഗികളും അടുത്ത അനുചരന്മാരും ഉണ്ണിവൈദ്യനെ അച്ഛൻ എന്നാണ് സംബോധന ചെയ്യുന്നത്. എനിക്ക് വൈദ്യരെന്ന് വിളിക്കാനല്ല മനസ്സിൽ തോന്നുന്നത്, അച്ഛനെന്ന് വിളിക്കാനാണ്. അത് ഞങ്ങൾ അങ്ങനെ വിളിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തൃപ്തിയാകുന്നു. മക്കൾക്കുള്ള രോഗത്തിന് പ്രകൃതിയിൽ നിന്ന് പ്രതിവിധി കണ്ടെത്തി മനുഷ്യരടക്കം സർവ്വ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി ആയുസ്സൊഴിഞ്ഞുവെച്ച ഈ ആചാര്യശ്രേഷ്ഠൻ മക്കൾക്ക് അച്ഛനാവുക സ്വാഭാവികമല്ലേ? എപ്പോഴും നഗ്നപാതനാണ്, കാഴ്ചയിൽ സർവ്വസാധാരണക്കാരൻ. കൈലിയും മുണ്ടുമാണ് പതിവ് വേഷം. ഔപചാരികതയുടെ മൂടുപടമില്ലാത്ത പെരുമാറ്റം. ഇഷ്ടപ്പെടാത്തത് മുഖത്തടിച്ച പോലെ ആരോടായാലും പറയും. ഇടയ്ക്ക് ഞങ്ങളോടൊപ്പം വൈദ്യശാലയുടെ വളപ്പിലെത്തി ചില അത്യപൂർവ ഇനം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്താനും കൂട്ടത്തിൽ പതിഞ്ഞ ശബ്ദത്തിലാണെങ്കിലും ദൃഢനിശ്ചയത്തോടെ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യങ്ങൾ ചിലത് ഞങ്ങളോട് പങ്കുവെക്കാനും സമയം കണ്ടെത്തി. അടുങ്ങല പുള്ളിക്കോണെന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഈ ഇലകൾ ഇങ്ങനെ തിരിച്ചു പിടിച്ചു നോക്കിയാൽ അനേകം പുള്ളികളുണ്ട്. അനേകം ചെറിയ പുള്ളികൾ കാണുന്നില്ലേ? അതുകൊണ്ടാണ് ഇതിന് പുള്ളിക്കോണെന്ന് പേരിട്ടത്. ഇത് കണ്ടത്തിലുണ്ടാകുന്ന മുഴ, അവയെ നിർമ്മാർജ്ജനം ചെയ്യാൻ അത്യുത്തമമായ ഔഷധമാണത്. ഇത് ചീനപ്പുല്ല്. ചീനപ്പുല്ലെന്നാൽ അവനെപ്പോലെ സവിശേഷത നിറഞ്ഞ ഒരു ഔഷധം വേറെ ഇല്ല. മനുഷ്യനിലെ നെർവസുകൾ ദ്രവിച്ചു പോയാൽ അവയെ പുനർജനിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ് ചീനപ്പുല്ല്. ഇതിന് വായു സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാനും കഴിയും. ഇതാണ് വിരാടരോഹിണി. ഇത് ആനന്ദപുഷ്പം. ക്യാൻസറിന് ആണിത് വിനിയോഗിക്കുന്നത്. ഇതാണ് ശൃംഗവല്ലി. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ഇതെന്തിനുപയോഗിക്കുന്നത് വെച്ചാൽ ക്യാൻസർ രോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇതാരെങ്കിലും കണ്ടാൽ പറയും ഇതൊരു സാധാരണ ചെടിയാണ്. പക്ഷെ ലോകത്തിന്ന് വരെ ഒരു വൈദ്യനും അറിയില്ല ഇങ്ങനെ ഇതൊരു ഔഷധമാണെന്ന്. ഇങ്ങനെ ഔഷധങ്ങളുടെ ഒരു കലവറ സൃഷ്ടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങളൊരു പ്ലാന്റേഷൻ തുടങ്ങാൻ പോവുക. ഔഷധ പ്ലാന്റേഷൻ, അതായത് ഭൂമിയിൽ ഇതുവരെ ആരും നട്ടുപിടിപ്പിക്കാത്ത രീതിയിലുള്ള ഔഷധങ്ങളുടെ ഒരു പ്ലാന്റേഷൻ. വരും തലമുറകൾക്ക് പ്രയോജനം ചെയ്യാനാണ് ഇക്കാര്യം. ഇതെൻ്റെ സ്വന്തം കണ്ടെത്തലാണ്. അപ്പോൾ ഈ കണ്ടെത്തൽ ഇനി ലോകമുള്ള കാലം വരെ നിലനിർത്താനാണ് എൻ്റെ പദ്ധതി. അതിനുവേണ്ടി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി സ്കൂള് കോളേജുകളൊക്കെ സ്ഥാപിക്കണം. ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഭാഗങ്ങളാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ലോകം മാനവരാശിയുടെ രക്ഷയ്ക്കായിട്ട് ഒരു പ്രത്യേക കുടുംബം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. ആ ദൗത്യം ഭംഗിയായി നിറവേറ്റും. കേവലം ഒരു ബൈപ്പാസ് സർജറിക്ക് കിടപ്പാടം വിൽക്കുന്ന 10,000ങ്ങളുള്ള നമ്മുടെ നാട്ടിൽ മനുഷ്യനിലെ മാരക രോഗങ്ങളുടെ മർമ്മം മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഉണ്ണിവൈദ്യൻ മെഡിക്കൽ കോളേജും ക്യാൻസർ സെന്ററുകളും തഴയുന്ന രോഗികളുടെ അവസാന ആശ്രയമായിരിക്കുകയാണ്. എൻ്റെ പേര് ഷാജിനാണ്. ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ റഫ്താൻ ബീഗം. ഇതെൻ്റെ മോള് ഹാനിയ ഫാത്തിമ. മോക്കിപ്പം 5 വയസ്സായിട്ടുണ്ട്. മോക്ക് 3.5 മാസം പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ട് വൈദ്യരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അന്ന് മോക്ക് വാൾവിന് 2 ഹോൾ 100% ഹോളായിരുന്നു. അത് ചിത്രയിലാണ് ആദ്യം കാണിച്ചത്. ചിത്രയിൽ പറഞ്ഞത് 100% ഓപ്പറേഷനെല്ലാം മാറില്ല, ഓപ്പറേഷനോട് പ്രതീതിയുള്ളൂ. അങ്ങനെ ഓപ്പറേഷൻ അവിടെ അഡ്മിറ്റ് ചെയ്ത് മാത്രമല്ല അവിടെ പൈസ അടച്ചു, ബ്ലഡ് കൊടുത്തു, 2 ലക്ഷം രൂപ അടച്ചു, ബ്ലഡും കൊടുത്ത് എല്ലാം റെഡിയായി വന്നതിന് അന്ന് ഓപ്പറേഷൻ്റെ തലേ ദിവസം രാത്രി ആയപ്പോഴത്തെ കുഞ്ഞിന് ചൂട് കയറിക്കൊണ്ടു. പനിച്ച നല്ല പനിയായിരുന്നു. അപ്പോൾ പനിയുള്ള സമയത്ത് അവർക്ക് സർജറി ചെയ്യാൻ പറ്റില്ല, കാരണം ന്യൂമോണിയ ആയിട്ട് മാറും. സോ അതുകൊണ്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വൈദ്യരെ പറ്റി
അറിയാൻ സാധിച്ചതും വൈദ്യരെ കൊണ്ട് കാണിക്കുന്നു. അന്ന് തൊട്ട് എന്ന് വെച്ചാൽ 3.5 മാസം പ്രായമുള്ളപ്പോൾ തൊട്ട് കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ 5 വയസ്സായിരുന്നു. ഈ 5 വയസ്സായപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കുഞ്ഞിനെ വീണ്ടും കൊണ്ട് എക്ക എടുത്തു കഴിഞ്ഞപ്പോൾ പറയുന്നത് കുഞ്ഞിൻ്റെ ആ വാൽവിൻ്റെ ഹോള് 80% അടഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സർജറി ഇനി ആവശ്യമില്ലെന്ന്. അന്നോട്ട് ആ 3.5 മാസം പ്രായമുള്ളപ്പോൾ തൊട്ട് ഇന്ന് വരെയുള്ള ഫീസ് 1 രൂപ പോലും അദ്ദേഹം മരുന്ന് വേണ്ടി അത് നമ്മുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുഞ്ഞിനും വേണ്ടി മാത്രമല്ല, എൻ്റെ വൈഫിനും ഇതിൻ്റെ നട്ടലിന് തേയ്മാനം ഉണ്ടായിരുന്ന കഴുത്തിന് അന്നോട്ട് പുള്ളിക്കാരും മരുന്ന് കഴിക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ കുഞ്ഞിൻ്റെ 1 രൂപ പോലും എന്ന് വെച്ചാൽ 350-400 രൂപയോളം ഓരോ മാസത്തെയും മരുന്ന് ഫീസാവുന്നുണ്ട്. ആ മരുന്നിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 1 രൂപ പോലും അദ്ദേഹം ഫീസായിട്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഫീസിന് വേണ്ടി അല്ല അദ്ദേഹം ചെയ്യുന്നത്, സേവനം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് എൻ്റെ മോടെ മാത്രമല്ല ഒരുപാട് കുട്ടികളുടെ കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ ഭാഗത്ത് ഒരുപാട് പ്രായം കൂടിയ ആൾക്കാർക്ക് പോലും മരുന്ന് അദ്ദേഹം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കാശിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം ഈ സ്ഥാപനം നടത്തുന്നത്. തീപ്പൊള്ളലിനും ഉഗ്രവിഷം തീണ്ടലിനും പച്ചില മരുന്ന് തന്നെയായിരുന്നു ആശ്രയം. ശക്തിയാർജിച്ചെത്തിയ പാരമ്പര്യവൈദ്യവും സിദ്ധവൈദ്യവും ആയുർവേദവും അലോപ്പതിയുമെല്ലാം ഗുണഫലത്തിനായി ഉരകല്ലിൽ അരച്ചു തെളിച്ചത് കറുത്ത മണ്ണിൽ കിളിർത്ത നറുഗന്ധമുള്ള പച്ചില ചെടികൾ തന്നെയാണ്. ഇലകളും പൂക്കളും കായ്കളും തോലും വേരും എല്ലാമെല്ലാം വൈദ്യശാസ്ത്രത്തിനായി പച്ചിലച്ചെടികളിലൂടെ പ്രകൃതി കനിവോടെ തന്നു. അവ കളങ്കമേൽക്കാതെ കൈമാറുകയാണ് ഈ വൈദ്യശാല. കണ്ണുനീർ തോർന്നവരിൽ പലരും വാക്കുകൾ കൊണ്ടല്ല, കണ്ണുനീർ കൊണ്ട് തന്നെയാണ് കഥകൾ പറഞ്ഞത്. എനിക്കാണെങ്കിൽ മൂത്രത്തിൽ കണ്ട അസുഖമായിരുന്നു. ഭാഷകളുടെ അതിർവരമ്പുകൾ കടന്ന് രോഗശാന്തിക്കായി എത്തുന്നവർക്ക് കനിവോടെ സാന്ത്വനത്തിന്റെ കരസ്പർശം. അതാണ് ഉണ്ണിവൈദ്യർ. எனக்கு 2 காலும் விளங்காதடிக்கு முட்டு வலியால் கால் பாதம் வலியால் ரொம்ப அவஸ்தைப்பட்டுட்டு இருந்தேன். கிட்டத்தட்ட 8-9 வருஷம். அது போக நடக்க முடியக்கூடிய சமயத்தில் ஒரு மூச்சு திணறல் அது வந்துட்டு இருந்து இங்கே வந்து மருந்து குடித்து இப்போ கிட்டத்தட்ட ஒரு 1.5 மாதம் தான் ஆகுது. 2 மாதம் ஆகுது. இந்த 2 மாதத்துக்குள்ளால எனக்கு முட்டு வலி ஓரளவில் குறைஞ்சிருக்கு, இந்த நெஞ்சு வலியும் ஓரளவில் குறைஞ்சிருக்கு, மூச்சு திணறல் ஓரளவில் குறைஞ்சிருக்கு. அதை கண்டு தான் நான் திரும்ப இங்கே மருந்து வாங்க வந்துட்டுருக்கேன். കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്നും വരികയാണ്. എൻ്റെ മകളുടെ രോഗം MPSI എന്നാണ്. ഒരുപാട് ചികിത്സിച്ച് ശ്വാസകോശക്കുടൽ ചുരുക്കവും ഉള്ളിലുള്ള അവയവങ്ങൾ വലിപ്പക്കൂടലും പിന്നെ വളർച്ചക്കുറവ്, തലയോട്ടിയുടെ മേലിൽ വാട്ടറിൻ്റെ പ്രോബ്ലം, ഒരുപാട് ആശുപത്രികളിൽ ചുറ്റിയാണെന്ന് രക്ഷയില്ല. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലായിരുന്നു. ആയുർവേദം നോക്കി, ഹോമിയോ നോക്കി, പല കാര്യങ്ങളും നോക്കി, ഒന്നും നടക്കുന്നില്ല. പിന്നെ നിവൃത്തിക്കാലം ഇവിടെ വന്ന് കയറിയത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഒരുപാട് ആശ്വാസമുണ്ട്. ഇപ്പം 1.5 കൊല്ലമായി. 1.5 കൊല്ലം കൊണ്ട് ഇവിടെ വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റമുണ്ട്. സംസാരിക്കാൻ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഉറക്കം ഒട്ടുമില്ലായിരുന്നു. നേരത്തെ ഒരു 3-4 കൊല്ലത്തോളം ഉറക്കമില്ലായിരുന്നു. കുഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കത്തേ ഇല്ല. അങ്ങനെ അലോപ്പതിയിലും ആയുർവേദവും ഹോമിയൊക്കെ നോക്കി. അപ്പോൾ അവരൊക്കെ പറയുന്ന ശ്വാസകോശക്കുടലിൽ ചുരുക്കം ഉണ്ടായിട്ടാണ് ഉറങ്ങാത്തത്, അതിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അങ്ങനെ കുറേ ആയുർവേദമൊക്കെ നോക്കി, എന്നിട്ടൊന്നും ഉറക്കം കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ ഉറക്കം കറക്റ്റായിട്ട് 1.5 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഉറങ്ങുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കൃപാകടാശം കൊണ്ടായിരിക്കാം, ദൈവത്തിൻ്റെ കൃപാകടാശം. ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വരാനും വന്നെത്തിപ്പെടാനും യാത്രയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും കുഴപ്പമില്ല. മഴക്കാലം ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുന്നത്. ഇതിലും കുഴപ്പമില്ല, ഒരു പരുവത്തിന് പോകുന്നു. ഈ ഉള്ളവൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരുന്നിലെല്ലാം അസുഖം മാറുന്നത്, അദ്ദേഹത്തിൻ്റെ സ്പർശനവും ദർശനത്തിലാണ് അസുഖം മാറുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, കാലമാണ് അദ്ദേഹത്തെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും കാലത്തെ അതീതനാണ് അദ്ദേഹം. പിന്നെ ജീവൻമുക്ത അവസ്ഥയാണ് അദ്ദേഹത്തിന്. പ്രപഞ്ചത്തിൽ ആരും വലുതുമല്ല ചെറുതുമല്ല. സമഭാവനയോടുകൂടി എല്ലാവരെയും സ്നേഹപുരസ്സരം അദ്ദേഹം
ശുശ്രൂഷിക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ദൈവമാണ് അദ്ദേഹം. തന്റെ അപൂർവ സിദ്ധിവിജ്ഞാനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പച്ചില മരുന്നുകളുടെ ഉറവിടം തേടിയുള്ള ഉണ്ണിവൈദ്യന്റെ ഒരു കാനനയാത്ര ക്യാമറയിലൊപ്പാൻ ഏറെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങളെയും അനുവദിച്ചു. മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെയായി ഉണ്ണിവൈദ്യൻ സംവദിക്കും. ആക്രമണകാരിയായ മൃഗത്തെ വിരൽ ചൂണ്ടി ചൊൽപ്പടിക്ക് നിർത്തുമെന്നും കേട്ടുകേൾവിയുണ്ട്. കൊടും കാട്ടിലും പുലിമടയിലും കയറി ചെല്ലും. കാട്ടുജീവികളോട് കഥകൾ പറഞ്ഞ് കാട്ടുചോലകളെ മാടി ഒതുക്കി മുന്നേറുന്ന പച്ചില മരുന്നുകളുടെ ഈ ഉപാസകന് പക്ഷേ മനുഷ്യരോട് അതിരുവിട്ട സൗഹൃദങ്ങളില്ല. തന്റെ അറിവും അനുഭവങ്ങളും അപൂർവ ചികിത്സാരീതിയും പ്രകൃതിക്കുമേൽ മനുഷ്യന്റെ കടന്നാക്രമണം പരിധികൾ ലംഘിച്ചിരിക്കുന്ന സമകാലിക കാലഘട്ടത്തിലും മനുഷ്യനുമേൽ പ്രകൃതിയുടെ സാന്ത്വന കരസ്പർശത്തിന്റെ ഏക അടയാളമായി മാറുകയാണ് ശ്രീ ഉണ്ണിവൈദ്യൻ. ഉള്ളൊരുകുന്ന പ്രാർത്ഥനയോടെ വിശപ്പും ദാഹവും അവഗണിച്ച് അനുഭവങ്ങളുടെ അഗ്നിവീഥികൾ താണ്ടി അറിവിന്റെ കരുത്തിൽ മനം ഉറപ്പിച്ച് താൻ സ്വായത്തമാക്കിയ പച്ചില ഔഷധങ്ങളുടെ മാസ്മരികത രോഗാതുരതയിൽ വേദനിക്കുന്നവരുടെ കണ്ണീരിന് മുന്നിൽ കാണിക്കയായി സമർപ്പിക്കുകയാണ്. അസ്തമിച്ചെന്ന് അടിവരയിടുന്നിടത്തു നിന്ന് ജീവന്റെ ഉൾത്തുടിപ്പുകളെ തന്റെ അപൂർവ സിദ്ധിവിജ്ഞാനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന പച്ചില വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ്. കാനനമധ്യത്തിലും അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് ഫലം കണ്ട ചിലർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. പിന്നെ ഇനി പോകുമ്പം ചായ കുടിക്കും ചോദിച്ചു കിട്ടും. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള യാത്രക്കിടയിൽ അഗതികളുടെയും അനാഥരുടെയും ആശ്രയ കേന്ദ്രമായ സ്നേഹതീരത്തിലേക്ക് ഞങ്ങൾ പോയി. ആരോടും പറയാതെ അദ്ദേഹം ചെയ്യാറുള്ള 1000 നന്മകളിൽ ഒന്നാണെങ്കിലും അവിടെ കണ്ട കാഴ്ചകൾ, കേട്ട വാക്കുകൾ. കർക്കശക്കാരനെന്ന് ഞങ്ങൾ അതുവരെ അറിഞ്ഞിരുന്ന ഉണ്ണിവൈദ്യൻ അലിവിന്റെ ഒരു അലയാഴിയായി മാറുകയായിരുന്നു. ആരംഭഘട്ടത്തിലെ സ്നേഹതീരം വളരെയധികം ബുദ്ധിമുട്ടി ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ. ആ സമയത്ത് ഇരുകരങ്ങളും നീട്ടി വലിയ സഹായഹസ്തവുമായി ഉണ്ണിവൈദ്യനാണ് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നത്. ആതുര സേവനത്തിലും ഉണ്ണിവൈദ്യർ ചെയ്യുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അഗതികൾക്കുള്ള അന്നദാനത്തിനും മേൽനോട്ടം നൽകി സ്വജീവിതം സമർപ്പിച്ച അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും എല്ലാവരുടെയും അമ്മയുമായ ശ്രീമതി മായയും എല്ലാ മേൽനോട്ടങ്ങളും നടത്തി ഉണ്ണിമായ പച്ചില ചികിത്സാ കേന്ദ്രത്തിന്റെ അമരത്ത് തന്നെയുണ്ട്. കൂടാതെ പ്രകൃതി തന്ന ദിവ്യൌഷധങ്ങളെ ഉണ്ണിവൈദ്യന്റെ സൂക്ഷ്മ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പരിപാലിച്ച് വൈദ്യശാലയുടെ സ്വച്ഛസുന്ദര സമാധാനാന്തരീക്ഷം പാലിക്കാൻ മക്കളായി അദ്ദേഹത്തോടൊപ്പം ഒരു കൂട്ടം നിസ്വാർത്ഥ സഹപ്രവർത്തകരുമുണ്ട്. നൂറുകണക്കിന് ആൾക്കാരുടെ വിവാഹം, വിദ്യാഭ്യാസ സഹായം, സൗജന്യമായി മരുന്നുകൾ കൊടുക്കുക, യാത്രാ ചെലവ് വഹിക്കുക, ഭക്ഷണത്തിന് സഹായം കൊടുക്കുക, ആശുപത്രികളിലും അനാഥാലയങ്ങൾക്കൊക്കെ വേണ്ട സാമ്പത്തിക സഹായവും സാധന സഹായങ്ങളും എത്തിച്ചു കൊടുക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ കിട്ടുന്ന പരിമിതമായ വരുമാനത്തിന് അകത്തു നിന്നുകൊണ്ട് ചെയ്തു തീർക്കുന്നതിന്
അഹോരാത്രം പണിപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ആകൃഷ്ടനാകുകയും ഇതിലെ ഒരു സജീവ സാരഥിയായി മാറുകയും ചെയ്തത്. ഭാരതത്തിന്റെ സമ്പുഷ്ടമായ വൈദ്യവിധികളിൽ അപൂർവമായ അത്ഭുത സിദ്ധിയാണ് പച്ചില വൈദ്യശാസ്ത്രം. പ്രകൃതിയുടെ ആഴങ്ങളിലേക്ക് കടന്നെത്തി അപൂർവമായ കണ്ടെത്തലുകൾ നടത്തി തികച്ചും ഫലവത്തായ ഈ അനുഗ്രഹീത വൈദ്യവിധി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ശ്രീ ഉണ്ണിവൈദ്യനാണ്. എന്റെ ചികിത്സയാണ് വലുത്, ഞാനാണ് വലുതെന്നുള്ള ഭാവമൊന്നുമില്ല. എന്റെ മരുന്ന് കഴിക്കുമ്പോൾ ഈ ലോകത്തുള്ള ആരെ മരുന്നും കഴിക്കാം. ആർക്കെങ്കിലും വിലക്കുണ്ടോ ഇവിടെ? നിങ്ങൾ അത് കഴിക്കരുത്. പഥ്യങ്ങൾ ഏതുമില്ലാതെ ഒരു സമ്പൂർണ്ണ വൈദ്യവിധി. കാലത്തിനും ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും രാജ്യാതിർത്തികൾക്കും അപ്പുറം ഈ പച്ചില വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് മനുഷ്യസ്നേഹത്തിന്റെ മഹാശൃംഖമേറുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ സ്നേഹാദരപൂർവ്വം സമർപ്പിക്കുന്നു. ഒടുവിൽ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം ഞങ്ങളോടായി ഒരു മന്ത്രം പോലെ പറഞ്ഞു വെച്ചു: ദയ, കരുണ, സഹിഷ്ണുത, ദീർഘക്ഷണം, പരോപകാരം, ഇന്ദ്രിയജയം. ഈ 6 പടികളും താണ്ടിയാൽ സ്നേഹമെന്ന മഹാസാഗരത്തിലെത്തും. ഈ സത്വരമന്ത്രങ്ങൾ പൂർണ്ണതയോടെ പ്രാവർത്തികമാക്കുന്നതാണ് ഈശ്വരപ്രാപ്തി.